Hello friends, welcome back to my channel. അപ്പോൾ ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ടെൻഡർ കോക്കനട്ട് പായസമാണ്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസും അതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്കൊരു പാത്രത്തിലോട്ട് 6 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് ചവ്വരി ഇട്ട് കൊടുക്കാം. ഇത് 200 ഗ്രാം ആണ് കേട്ടോ. ഇനി ഇതിലേക്ക് 200 ഗ്രാം സേമിയയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഇപ്പം 2 കപ്പാണ് ഉണ്ടാവുക. നമ്മൾ സേമിയ ആണെങ്കിൽ 2 കപ്പാണ് ഉണ്ടാവുക, ചവ്വരി ആണെങ്കിൽ 1 കപ്പാണ് ഉണ്ടാവുക. രണ്ടും സെയിം മെഷർമെൻറ്റ് തന്നെയാണ് 200 ഗ്രാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നമ്മളുടെ സേമിയൊക്കെ നന്നായിട്ട് അടുക്കി പിടിക്കും. ഒന്നാമത് സ്റ്റീൽ പാത്രം എടുത്തതുകൊണ്ട് എന്തായാലും അടുക്കി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ നമുക്ക് അത്ര പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇപ്പം ഞാനിവിടെ സ്റ്റീൽ പാത്രം എടുത്തതുകൊണ്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അങ്ങനെ നമ്മുടെ ചവ്വരിയും സേമിയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇവിടെ ഞാൻ നല്ല അടി കട്ടിയുള്ള ഒരു സ്റ്റീൽ പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ലിറ്റർ പാലൊഴിച്ച് കൊടുക്കുക. ഞാൻ അടി കട്ടിയുള്ള സ്റ്റീൽ പാത്രം എന്ന് പറയാൻ കാരണം നമ്മുടെ പായസം പെട്ടെന്ന് അടുക്കി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല അടി കട്ടിയുള്ള സ്റ്റീൽ പാത്രം എടുക്കണമെന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിച്ചു. ഇനി നമുക്കിതിലേക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ പഞ്ചസാരയും പാലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടിന്ന് കണ്ടൻസ് മിൽക്കും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പാല് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ പാലൊന്ന് തിളച്ചാൽ മാത്രം മതി. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചവ്വരി സേമിയ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ പാലിലോട്ട് ചവ്വരി സേമിയ മിക്സ് ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമ്മൾ കൈയെടുക്കാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് അടുക്കി പിടിക്കരുത്. അടുക്കി പിടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കളറും അതിൻ്റെ സ്മെല്ലും ഒക്കെ മാറും. അതുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇതെന്ന് വെച്ചാൽ ഒരുപാട് കുറുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിതിൽ ഇളനീരൊക്കെ ചേർക്കുമ്പോൾ തന്നെ കുറച്ച് തിക്കായിട്ട് വന്നോളും. പിന്നെ നമ്മുടെ ഈ പായസത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കുറച്ചും കൂടി തണുക്കുമ്പോഴാണ് നമ്മുടെ ഈ പായസം കുറച്ചും കൂടി തിക്കാവുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ ഒരു രീതിയിൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കൊരു മിക്സീൻ്റെ ജാറിലോട്ട് 2 കപ്പ് ഇളനീർ പൾപ്പും 1 കപ്പ് ഇളനീരിൻ്റെ വെള്ളവും 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇപ്പോൾ 3 നമുക്കൊന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നന്നായിട്ട് ജ്യൂസ് ആക്കരുത്, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് പാൽ മിക്സിലോട്ട് നമ്മുടെ ക്രഷ് ചെയ്ത ഇളനീർ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഞാനിപ്പം ക്രഷ് ചെയ്യാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ ഇളനീരിൻ്റെ പീസൊക്കെ ഒന്ന് കഴിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ടെൻഡർ കോക്കനട്ട് പായസം റെഡി ആയി കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം.
അങ്ങനെ നമ്മുടെ ടെൻഡർ കോക്കനട്ട് പായസം റെഡി ആയി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്